നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന് എതിരെ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വിചിത്രമായ മറുപടിയുമായി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നും വോട്ട് കൊള്ള ഇല്ലെന്നും അത് അന്വേഷിക്കില്ലെന്നും പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനം ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ നടത്തി. രാജ്യത്തെ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട മറുപടിയല്ല ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അവർ നൽകിയത്. വോട്ട് കൊള്ള എന്നത് അടിസ്ഥാനരഹിതമാണെന്നും അത് ഉന്നയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നുമുള്ള വെറും ബാലിശമായ ഒരു വാർത്താ സമ്മേളനം. വോട്ട് കൊള്ള ആരോപണവും അതുപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്നും 65 ലക്ഷം പേരെ എങ്ങനെ പുറത്താക്കിയെന്നുള്ള ഡിജിറ്റൽ രേഖകൾ വെളിപ്പെടുത്തണം എന്നുള്ള സുപ്രീം കോടതിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീന്ദർ സിംഗ് സന്ധ്യ, വിവേക് ജോഷി എന്നിവർ അടങ്ങിയ 3 അംഗ സംഘം വാർത്താ സമ്മേളനം നടത്തിയത്. പ്രാഥമികമായ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾക്ക് അവസരം നൽകിയെങ്കിലും 5 പേരുടെ ചോദ്യങ്ങൾക്ക് ഒന്നിച്ചാണ് കമ്മീഷൻ മറുപടി നൽകിയത്. ബീഹാറിലെ വോട്ടർ പട്ടിക സെർച്ച് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കാത്തതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വോട്ട് നടന്ന സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ നൽകാത്തതെന്നും ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായ മറുപടിയാണ് നൽകിയത്. അത് വോട്ടർമാരുടെ മൗലികാവകാശമാണെന്നും അവരുടെ ഐഡൻറ്റിറ്റി വെളിവാകാതിരിക്കാനാണ് അത് നൽകാത്തതെന്നുമാണ് വളരെ വിചിത്രമായ മറുപടി. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഈയിടെ ഡിജിറ്റൽ രേഖകളുമായി വന്നാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്നോണം സംസാരിച്ചത്. BJPക്ക് നേതാക്കൾക്ക് മാത്രം എവിടുന്ന് ഈ ഡിജിറ്റൽ രേഖകൾ കിട്ടുന്നു എന്ന് ഉള്ള ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഒഴിഞ്ഞുമാറി. വീട്ടു നമ്പർ 0 ആയവരുടെ കള്ളവോട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ അതിരസകരമായ മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. രാജ്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകളില്ല, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വീടുകൾക്ക് നമ്പറുമില്ല. അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യണ്ടേ? അതിനാണ് പ്രതീകാത്മകമായി 0 എന്ന നമ്പർ നൽകി അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓർക്കണം, ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ നമ്മുടെ അമിത്ഷായും പ്രധാനമന്ത്രിയുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പല മഹാന്മാരും ഇരുന്ന ഒരു കസേരയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കസേര. അവിടെ ഇരുന്ന് വെറും രാഷ്ട്രീയ പാർട്ടിയുടെ കൂലിയാളായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇന്നലെ ഇവർ നടത്തിയ വാർത്താ സമ്മേളനം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ നിലവാരത്തിൽ ഉള്ളതായിരുന്നില്ല, വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരത്തിൽ ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് മറുപടി പറയാനോ അന്വേഷിക്കാനോ പറ്റിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം മിസ്റ്റർ ഇലക്ഷൻ കമ്മീഷണർ